നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2025 പ്രധാന ഗ്രഹങ്ങളുടെ എല്ലാം രാശിമാറ്റം ഇന്നുകൊണ്ട് പൂർത്തിയായിരിക്കുകയാണ്. വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ മാത്രം രാശി മാറുന്ന വ്യാഴം, ശനി, രാഹുകേതുക്കൾ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം 2025 പൂർത്തിയായിരിക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാശി മാറുന്നത് കൊണ്ട് അവയുടെ ഫലങ്ങളിൽ അതാത് സമയങ്ങളിൽ വ്യത്യാസം വരും. ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഒരു സ്ഥിര അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രാശിമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഗുണപരമായിട്ട് സംഭവിക്കുന്ന ആൾക്കാരെയും ദോഷകരമായിട്ട് സംഭവിക്കുന്ന ആൾക്കാരെയും പറ്റി ഒന്ന് മനസ്സിലാക്കുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ജാതകപരമായ സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിശദാംശങ്ങൾ, നിങ്ങളുടെ ജനന തീയതി, സമയം, നക്ഷത്രം, ജനനസ്ഥലം, നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ എന്നിവ ചോദിക്കുക. വാട്സപ്പിൽ മെസ്സേജായിട്ട് മാത്രം ചോദിക്കുക. താമസം വിന ഇതിന് ഞാൻ മറുപടി നൽകുന്നതാണ്. ചിലപ്പോൾ അല്പം വൈകിയേക്കാം. തികച്ചും സൗജന്യമാണ്. ഇതിനായിട്ട് ആരും യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമയം അറിയുവാനായിട്ടുള്ള കബഡി പ്രശ്നം ചെയ്യണമെങ്കിൽ അതൊരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം ആൾക്കാർ ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. ചിലരൊക്കെ ഓൺലൈനായിട്ട് എൻ്റെ അടുത്തുനിന്ന് ജ്യോതിഷം അഭ്യസിക്കുന്നുണ്ട്. ഇത് പൊതുവായിട്ട് ഏകീകരിച്ച് പുതിയതായിട്ട് ഒരു ജ്യോതിഷ ക്ലാസ് കൂടി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൂഗിൾ മീറ്റിൽ കൂടിയിട്ട് ലൈവായിട്ട് ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആഴ്ചയിൽ 3 ദിവസം വീതം വളരെ വേഗത്തിൽ ഏകദേശം 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ജ്യോതിഷം പഠിപ്പിക്കുക. ജാതകം എഴുതുന്നവരെയുള്ള ജ്യോതിഷങ്ങൾ, അതായത് മുഹൂർത്തങ്ങൾ നിശ്ചയിക്കുക, വിവാഹ പൊരുത്തങ്ങൾ നോക്കുക, ജാതകം പരിശോധിച്ച് ഗുണദോഷങ്ങൾ പറയുക മുതലായ കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ടും പഠിച്ച് ജാതകം എഴുതുവാൻ പഠിച്ച് നിങ്ങൾക്കൊരു ജ്യോതിഷ ആയിത്തീരുവാൻ വേണ്ട രീതിയിലുള്ള ഒരു പഠന ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സൗജന്യമായിട്ട് ചെയ്യുന്ന ഒന്നല്ല. ഇതേപ്പറ്റി വിശദാംശങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ളവരും വാട്സപ്പിൽ എന്നോട് ബന്ധപ്പെടുക. ഈ വർഷത്തെ രാശി മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും ഏറ്റവും ആദ്യം രാശി മാറിയ ഗ്രഹം ശനിയാണ്. ശനിയുടെ രാശിമാറ്റം 2.5 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഗുണപ്രദമായിട്ട് അനുഭവത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. രോഹിണി നക്ഷത്രം, തിരുവോണം നക്ഷത്രം, ഭരണി നക്ഷത്രം ഇവയ്ക്കൊക്കെ വളരെ ഗുണപരമായ അനുഭവങ്ങളാണ് ശനിയുടെ രാശിമാറ്റത്തിൽ ഉണ്ടായത്. എന്നാൽ ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾക്ക് ശനിയുടെ രാശിമാറ്റം കുറച്ച് ദോഷകരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവർ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്കൊക്കെ വഴിപാടുകൾ ചെയ്ത് ശനിയുടെ ദോഷങ്ങൾ അകറ്റുകയും ഗുണപ്രദമാക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നീട് രാശി മാറിയ പ്രധാന ഗ്രഹം വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനിലയിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ്. വ്യാഴം ശുഭനായാൽ എല്ലാം ശുഭമാകും എന്നാണ് പ്രമാണം. അപ്പോൾ വ്യാഴം ദോഷകാരിയായി തീർന്നാൽ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ അത് ബാധിക്കാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിച്ചപ്പോൾ ഏറ്റവും ഗുണപ്രദമായിട്ട് സംഭവിച്ച നക്ഷത്രങ്ങൾ മകം നക്ഷത്രം, പൂരം, ചോതി, വിശാഖം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്കെല്ലാം വളരെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൽ കൂടി ഉണ്ടാകും. ദോഷമായിട്ട് സംഭവിക്കുന്നത് പൂയൻ നക്ഷത്രം, ആയില്യം നക്ഷത്രം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം മുതലായവയ്ക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര ഗുണപ്രദമല്ലാത്ത അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. അവർക്ക് മഹാവിഷ്ണുവിൻ്റെ പ്രീതിയിൽ കൂടിയിട്ട് ദോഷങ്ങളെ അകറ്റാം. ഗുണപരമായിട്ടുള്ളവർക്ക് മഹാവിഷ്ണു ഭജനത്തിൽ കൂടി വ്യാഴത്തിനെ കൂടുതൽ ഗുണകരമാക്കാം. വ്യാഴം ഗുണവാനാകുമ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഗുണം കൂടി അവർക്ക് ലഭിക്കും. ഏറ്റവും ഒടുവിലായിട്ട് രാശി മാറുന്നത് രാഹുകേതുക്കളാണ്. രാഹുകേതുക്കൾ യഥാർത്ഥത്തിൽ ഒരൊറ്റ കാര്യം തന്നെയാണ്. ഒരു സർപ്പത്തിൻ്റെ വാലും തലയും
അപ്പോൾ തലഭാഗമായ രാഹു ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. രാഹു കേതുക്കൾ മറ്റ് ഗ്രഹങ്ങളെപ്പോലെ ക്ലോക്ക് വൈസിലല്ല സഞ്ചരിക്കുന്നത്, പുറകോട്ടാണ് രാഹുകേതുക്കൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന രാഹു രാശി മാറി കുംഭം രാശിയിലേക്കും, കന്നി രാശിയിൽ സഞ്ചരിക്കുന്ന കേതു രാശി മാറി ചിങ്ങം രാശിയിലേക്കുമാണ് വരുന്നത്. അപ്പോൾ രാഹു എന്ന് പറയുന്ന സർപ്പഗണങ്ങളാണ്. സർപ്പപ്രീതി നമുക്കെല്ലാം ആവശ്യമായ കാര്യമാണ്. നമ്മൾ കാണപ്പെടുന്ന ദൈവങ്ങളായിട്ട് സർപ്പങ്ങളെ കാണുന്നു. സർപ്പപ്രീതിയിൽ കൂടി നമുക്ക് ഏറ്റവും ഗുണങ്ങളുണ്ടാകും. രാഹുവിൻ്റെ രാശിമാറ്റത്തിൽ കൂടി ഏറ്റവും ഗുണമുണ്ടാകുന്നത് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, പുണർന്ന നക്ഷത്രങ്ങൾ മുതലായ നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണപരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. മകം, പൂരം നക്ഷത്രങ്ങൾക്ക് രാഹുവിൻ്റെ രാശിമാറ്റം ഗുണകരമല്ല. അപ്പോൾ ഇവർ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഗ്രഹനിലയിലെ മറ്റെല്ലാ അവസ്ഥകളും പരിഗണിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഗ്രഹത്തിനെക്കൊണ്ടും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം കൂടി പരിഗണിച്ച് വേണം നമ്മൾ അവസാനമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തുവാനായിട്ട്. ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്തിൽ കൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ആ ഗ്രഹദേവതകളെ ഭജിക്കുന്നത് നിമിത്തം നമുക്ക് തീർച്ചയായിട്ടും ഗുണപരമായ അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ കർമ്മം വളരെ പ്രധാനമാണ്. കർമ്മം ചെയ്യുക. കർമ്മം ചെയ്താൽ നമുക്ക് തടസ്സങ്ങളെ നീക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്കർഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ എന്നോട് വാട്സപ്പിൽ കൂടി മാത്രം ചോദിക്കുക. അല്പം കാലതാമസം ഉണ്ടായാൽ കൂടി അതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. മറ്റൊരു ജ്യോതിഷ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ വല്ലഭോ രക്ഷതു.